ഒരിക്കൽ ദക്ഷിണാഫ്രിക്കയിൽ ഇംഗ്ലീഷുകാർക്ക് സ്വയം ഭരണാവകാശം നൽകാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. 1910 പഴയ റിപ്പബ്ലിക്കിൽ നിന്ന് ബോട്സ്വാലാൻഡ്, സ്വാസിലാൻഡ്, റൊഡേഷ്യ എന്നിവ ഒഴിവാക്കി മിച്ചമുള്ള ഭാഗം യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയായി. ഇംഗ്ലീഷും ഡച്ചുമായിരുന്നു ഔദ്യോഗിക ഭാഷകൾ. സ്വദേശി ഭാഷയായ ആഫ്രിക്കൻസിന് 1925 വരെ അംഗീകാരം നൽകിയില്ല. ആദ്യ വോട്ടെടുപ്പ് നടന്ന 1910 കറുത്തവർക്ക് പൗരാവകാശം വിനിയോഗിക്കാനുള്ള അവസരം നിഷേധിച്ചു. ബൂർ ഗ്രൂപ്പുകളുടെ സഖ്യമായ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി SAP ഭൂരിപക്ഷം നേടി. ലൂയിസ് ബോഥ പ്രധാനമന്ത്രി പദവിയിലെത്തി. ബാരി ഹെഡ്സോഗിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ പാർട്ടി പ്രതിപക്ഷത്ത്. തുടർന്ന് നാട്ടുകാർക്കെതിരെ കരിനിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് ലോകം കണ്ടത്. തൊഴിൽ സമരം നിരോധിച്ചു. ഉന്നത തൊഴിൽ സാധ്യതകൾ യോഗ്യതയുള്ളവരും ഇല്ലാത്തവരുമായ വെള്ളക്കാർ സ്വന്തമാക്കി. കറുപ്പിൻ്റെ സ്വാതന്ത്ര്യ പ്രയത്നങ്ങളെ തല്ലിത്തകർത്തു. പട്ടാളത്തിൽ കറുത്തവർക്ക് പ്രവേശനം നിഷേധിച്ചു. ലോകരാജ്യങ്ങളിൽ പലയിടത്തും സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുകയും വിജയിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം മണ്ണിൽ കറുത്ത വർഗം നിരന്തരം പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാരംഭഘട്ടം മുതൽ പിന്നീട് ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തന മുന്നേറ്റം ദക്ഷിണാഫ്രിക്കയിൽ പുതിയ രാഷ്ട്രീയ സമവാക്യവും സാമൂഹ്യ അന്തരീക്ഷവും സൃഷ്ടിക്കുമെന്നാണ് ലോകം കരുതിയത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് നെൽസൺ മണ്ടേല കടന്നു വന്നതോടെയാണ് ഈ സ്വാതന്ത്ര്യ പ്രവർത്തകർക്കും ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്കും പുതിയ ഒരു മുഖം, പുതിയ തരത്തിലുള്ള ഒരു ഊർജം കൈവന്നത്. നെൽസൺ മണ്ടേലയെ നമുക്കറിയാം. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു രാഷ്ട്ര നേതാവ് നെൽസൺ മണ്ടേലയായിരുന്നു. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ച വേളയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സമരതീക്ഷ്ണമായ യാത്രയുമൊക്കെ തന്നെ ഇന്ത്യൻ മാധ്യമങ്ങളിലും ഇന്ത്യൻ ജീവിതത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ പ്രോഗ്രാമിൽ തന്നെ ഇതിൻ്റെ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ശരിക്കും ഈ മഹാത്മാഗാന്ധിയാണ് നെൽസൺ മണ്ടേലയുടെ രാഷ്ട്രീയ ജീവിതത്തെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി തീർത്തതെന്ന് മണ്ടേല തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളിലും സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തദ്ദേശീയരുടെ പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ഗാന്ധി പലപ്പോഴും സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അതിനുശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷമാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും സജീവമായി മഹാത്മാഗാന്ധി പങ്കെടുക്കുകയും അദ്ദേഹം ഈ ദേശീയ സമരത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ലോകം ശ്രദ്ധിക്കുന്ന ശബ്ദമായി മാറുകയും ചെയ്തത് പിന്നീടാണ്. ദക്ഷിണാഫ്രിക്കയിൽ ശരിക്കും ഈ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ വളരെ ശക്തമായി ലോകമാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ വളരെ ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും സമരം ചെയ്യുകയും എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളെയും അടിച്ചമർത്തലുകളെയും അതിജീവിക്കുകയും ചെയ്ത ഒരു ജനതയാണ്. നെൽസൺ മണ്ടേല തന്നെ ജയിലിൽ കിടക്കുകയും റോബൻ ഐലൻഡിൽ ജയിലിൽ കിടക്കുകയും അതുപോലെ തന്നെ അധികൃതരുടെ, പോലീസിൻ്റെ പലതരത്തിലുള്ള മർദ്ദനങ്ങൾ അദ്ദേഹം നേരിടുകയുണ്ടായി. അതിനൊക്കെ ശേഷം നെൽസൺ മണ്ടേല അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ലോകമാധ്യമങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ദക്ഷിണാഫ്രിക്ക ഒരു പുതിയ സൂര്യോദയത്തിലേക്ക് കടക്കുന്നു എന്ന പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അധികകാലം കഴിയും മുമ്പ് തന്നെ ഈ ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയത്തിൽ നെൽസൺ മണ്ടേലയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഈ പറയുന്ന അധികാര സ്ഥാനത്തിലുള്ളവർ പലതരത്തിലുള്ള അഴിമതികളിൽ ഏർപ്പെടുകയും അവർ സമ്പത്ത് സമ്പാദിക്കുക, വ്യക്തിഗതമായി സമ്പത്ത് സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ കാണുന്നത് പോലെ തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ വലിയ വലിയ അഴിമതികളിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും തിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പിന്നീട് നെൽസൺ മണ്ടേലയുടെ കാലത്തിന് ശേഷം അത് വളരെ വളരെ സജീവമാവുകയും ഈ അഴിമതിയും ധൂർത്തും സ്വാർത്ഥ താല്പര്യങ്ങളും ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയത്തെ പിടിമുറുക്കുകയും ജനങ്ങളിൽ നിന്ന് അധികാരത്തിലെത്തുന്നവർ അകന്നു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്.